ഛത്രപതി ശിവജി മഹാരാജിൻ്റെ ചരിത്ര പ്രസിദ്ധമായ ആയുധം വാഗ് നഖ് ഭാരതത്തിൽ തിരിച്ചെത്തിച്ചു. ലണ്ടനിലെ മ്യൂസിയത്തിലായിരുന്ന വാഗ് നഖ് ഇന്നു മുതൽ മഹാരാഷ്ട്രയിൽ ശിവജി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കും. ചതിയിൽപ്പെടുത്താൻ ശ്രമിച്ച അഫ്സൽ ഖാനെ വധിക്കാൻ ശിവജി ഉപയോഗിച്ച കടുവയുടെ നഖത്തിൻ്റെ സമാന ആകൃതിയിലുള്ള ആയുധമാണ് വാഗ് നഖ്. കാണാം. മുഗൾ സേനാനായകൻ അഫ്സൽ ഖാനെ വധിച്ച് പ്രതാപ്ഗഡിൽ ഛത്രപതി ശിവജി മഹാരാജ് വിജയകാഹളം മുഴക്കിയപ്പോൾ അന്ന് ശിവജിക്ക് കരുത്തായ ആയുധമാണ് വാഗ് നഖ്. കടുവയുടെ നഖത്തിന് സമാനാകൃതിയുള്ള വാഗ് നഖ് ഉപയോഗിച്ചായിരുന്നു ആലിംഗനത്തിനിടെ ചതിയിലൂടെ തന്നെ കുത്തിവീഴ്ത്താൻ ശ്രമിച്ച അഫ്സൽ ഖാനെ ശിവജി വധിച്ചത്. ബ്രിട്ടീഷുകാർ കടലുകടത്തി കാലങ്ങളായി ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിലായിരുന്ന ഈ ആയുധമാണ് ഭാരതത്തിന്റെ മണ്ണിലേക്ക് തിരിച്ചെത്തിച്ചത്. മഹാരാഷ്ട്രയിൽ സത്താറയിൽ ശിവജി മ്യൂസിയത്തിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങോടെ ഇന്നു മുതൽ വാഗ് നഖ് പ്രദർശനത്തിന് വയ്ക്കും. പ്രത്യേകം തയ്യാറാക്കിയ ലാമിനേറ്റഡ് ഷോക്കേസിലായിരിക്കും ആയുധം സൂക്ഷിക്കുക. സെൻസറുകൾ ഘടിപ്പിച്ച CCTV ക്യാമറകളും പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളും ഇതിനായി ഒരുക്കിയിട്ടുണ്ട്. വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയവുമായുള്ള കരാർ പ്രകാരം 3 വർഷത്തേക്കാണ് വാഗ് നഖ് ഭാരതത്തിൽ പ്രദർശനത്തിന് കൊണ്ടുവന്നത്. വീരശിവജിയുടെ കിരീടധാരണത്തിന്റെ 350-ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് വാഗ് നഖ് പ്രദർശനത്തിനെത്തിച്ചതെന്ന് മഹാരാഷ്ട്ര സർക്കാർ അറിയിച്ചു. ജനം, ഡൽഹി.